ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ കുമ്പിടി വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഇനിയുള്ള ലോങ് വീഡിയോയിൽ. ഞങ്ങളിപ്പോൾ ഒരു യാത്ര പോവാണ്. ലോങ് യാത്രയൊന്നും അല്ല, ഈ അടുത്ത് തന്നെയാണ്, തിരുനാവായയാണ്. അപ്പോൾ കുറ്റിപ്പുറം വഴിയാണ് ഞങ്ങൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ കുറ്റിപ്പുറം പാലം വഴിയാണ് ഇത് കടന്നു പോകുന്നത്. ഞങ്ങൾ ട്രെയിനിനൊക്കെ വരുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ബസ്സിനാണ് വരുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ രാവിലെ ഒരു 9:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ചായ കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു 9:45 ആയപ്പോഴത്തേക്കും തിരുനാവായയിലെത്തി. തിരുനാവായയിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ മാമാങ്കം നടന്ന സ്ഥലമാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവിടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു പുഴ കാണാൻ കഴിഞ്ഞു. കണ്ടില്ലേ, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, വിശാലമായി കിടക്കുന്ന സ്ഥലം, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വീഡിയോ എടുത്താണ്. പുഴയിലെ ഒഴുക്കും കാറ്റിൻ്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പയ്യെ പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവിടെ ബലിയിടുന്നവർക്ക് ഈ അമ്പലത്തിൽ വന്നിട്ടൊക്കെയാണ് എല്ലാ ചടങ്ങും നടത്തുന്നത്. ബലിയൊക്കെ ഒഴുക്കുന്നത് ഈ പുഴയിലാണ്. മുമ്പ് വീഡിയോ കാണിച്ച ഭയങ്കര ഒച്ചപ്പാടെന്ന് വെച്ചാൽ, ആ ഷെഡിന് താഴെ തൂക്കിയിട്ട വർണ്ണക്കടലാസ് ഈ കാറ്റ് കാരണം അടിച്ചിട്ട് നല്ല സൗണ്ട് ഉണ്ടാകും. അതാണ് ഞാൻ മുമ്പേ ഓഡിയോ പോലെ ഞാൻ ഇട്ടേക്കുന്നത് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറേ കടകളുണ്ട്, എല്ലാ സാധനങ്ങളും കിട്ടുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു കടയിൽ കയറിയായിരുന്നു. അപ്പോൾ ഒരു കമ്മലെടുത്തു, പിന്നെ ഒരു മൂക്കുത്തിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മലിനോട് മൂക്കുത്തിയോട്, അത് അങ്ങനെ ഒന്നെടുത്തു. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് ഇങ്ങനെ കുറ്റിപ്പുറത്തായിട്ട് ഒരു ഹണി ഗ്രേപ്പ് വിൽക്കുന്ന ഒരു കട കണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെ ഇതിൻ്റെ പൾപ്പ്, ഇത് മുന്തിരിങ്ങ വേവിച്ച് അതിൻ്റെ പൾപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല വായിലിറക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകും ഈ മുന്തിരിങ്ങ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കണ്ടോ, ഞാൻ അതൊക്കെ ട്രൈ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും